ഉദ്ഘാടനത്തിനായി സഖാവ് ടി പി ക്ഷണിക്കുന്നു. അധ്യക്ഷ സഖാവെ, പ്രിയമുള്ള സഖാക്കളെ, നാട്ടുകാരെ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒഞ്ചിയം ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് ഇവിടെ നടന്നിട്ടുള്ള ഈ റാലി ഒഞ്ചിയം ഏരിയയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ഈ പുതുതായി രൂപീകരിച്ച മാർക്സിസ്റ്റ് പാർട്ടിയാണ് എന്നിവിടെ തെളിയിച്ചിരിക്കുകയാണ്. വളരെ വിനയത്തോടുകൂടി തന്നെ CPIM ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഈ ഒഞ്ചിയം ഏരിയയിലെ ഈ 4 പഞ്ചായത്തുകളിൽ നിന്നായി ഇതിനെ കവച്ചു വെക്കുന്ന ഒരു റാലി നടത്താൻ വലിയ പാർട്ടിയാണ് എന്ന ധാരണയുള്ള ഏതെങ്കിലും പാർട്ടി ഉണ്ടെങ്കിൽ അവരെ വിനയത്തോടുകൂടി തന്നെ ഞാൻ വെല്ലുവിളിക്കും. ഞാനിങ്ങനെ പറയാൻ കാരണം, ഈ മാർക്സിസ്റ്റ് പാർട്ടി രൂപീകരിച്ചതിന് ശേഷം ഈ ജില്ലയ്ക്ക് അകത്തും പുറത്തും CPIMന്റെ നേതാക്കന്മാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പാർട്ടി വിട്ടുപോയ ഒരു ആളുകളൊക്കെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. ഇത് ജില്ലക്കകത്തും പുറത്തും പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ആവേശത്തോടുകൂടി ഒരു കാര്യം ഞാൻ അറിയിക്കുകയാണ്. ഇതുവരെ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിൽ പങ്കെടുക്കാതെ മാറി നിന്ന് CPIMനോടൊപ്പം തന്നെ നിന്ന നിരവധി നേതാക്കന്മാരും പ്രവർത്തകന്മാരും നൂറുകണക്കിന് ആളുകൾ ഈ സമ്മേളനത്തിൽ അണിചേർന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വേദിയിലുള്ള VV കുഞ്ഞനന്ദൻ CPIMന്റെ കുന്നുമക്കര ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു. കഴിഞ്ഞ ദിവസം വരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനവുമായി അദ്ദേഹം ബന്ധപ്പെട്ടിട്ടില്ല. എന്നാൽ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുകയാണ്. അതുപോലെ ഈ വേദിയിലിരിക്കുന്ന സഖാവ് AP കുമാരൻ 10-18 വർഷമായി ഒഞ്ചിയത്ത് റെയിൽ കിഴക്ക് ബ്രാഞ്ച് സെക്രട്ടറിയായിട്ട് സഖാവ് പ്രവർത്തിച്ചു വരികയാണ്. ഒഞ്ചിയത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒഞ്ചിയം ലോക്കൽ കൺവെൻഷൻ നടന്നപ്പോഴും സഖാവ് പങ്കെടുത്തില്ല. അതിനുശേഷവും സഖാവ് CPIMന്റെ പ്രവർത്തനത്തിൽ തന്നെ പങ്കെടുത്തു. സഖാവ് TC കുഞ്ഞിരാം മാസ്റ്ററുടെ അനുസ്മരണ ദിനം 2 പാർട്ടിയും പ്രത്യേകം ആചരിച്ചപ്പോൾ സഖാവ് CPIMന്റെ പരിപാടിയുടെ സംഘാടകനായിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ ഈ റാലിയിൽ പങ്കെടുക്കുകയും ആ സഖാവ് ഈ അധ്യക്ഷ വേദിയിൽ ഇരിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ 10-15 വർഷക്കാലമായി CPIMന്റെ നെല്ലാച്ചേരി വടക്ക് ബ്രാഞ്ച് സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന സഖാവ് PM പുരുഷു സഖാവ് ഈ പാർട്ടിയുമായി ഇതുവരെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടില്ല. ഇന്നലെയും ഇന്നുമായി ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ സഖാവ് തയ്യാറായിരിക്കുകയാണ്. ഇങ്ങനെ പാർട്ടി മെമ്പർമാർ, ഇവരൊക്കെ ബ്രാഞ്ച് സെക്രട്ടറിമാരും ലോക്കൽ കമ്മിറ്റി മെമ്പർമാരുമാണ്. ബ്രാഞ്ച് സെക്രട്ടറിമാർ, പാർട്ടി മെമ്പർമാർ, അനുഭാവികളായിട്ടുള്ള നൂറുകണക്കിന് ആളുകൾ പുതുതായി മാർക്സിസ്റ്റ് പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കുക. അതേസമയത്തിൽ ഈ ഭാഗത്തേക്ക് വന്ന ഒരാളെപ്പോലും തിരിച്ചു പിടിക്കാൻ മറുഭാഗത്തിന് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ആഗസ്റ്റ് 27 ഓർക്കാട്ടേരി കച്ചേരി മൈതാനിയിൽ 129 ആളുകൾ പാർട്ടി മെമ്പർമാരുടെ ഏറാമല പഞ്ചായത്തിൽ നിന്നുള്ള രാജി പ്രഖ്യാപിച്ചു. അന്നാണ് വേട് പങ്കെടുത്തത്. അതോടുകൂടി 130 പേർ. അവരുടെ ലിസ്റ്റ് ഞങ്ങളന്ന് എല്ലാ പത്രക്കാർക്കും അവരുടെ സാന്നിധ്യത്തിൽ വിതരണം ചെയ്തതാണ്. ആ 130 ആളുകളിൽ 129 ആളുകൾ തുരുത്തിമുക്ക് ബ്രാഞ്ചിലെ പ്രസന്ന എന്ന് പറയുന്ന ഒരു സഖാവ് ഒഴിച്ച് ബാക്കി 129 ആളുകളും ഈ പൊതുസമ്മേളനത്തിൽ ഇപ്പം പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തുകൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയത്? അത് സംബന്ധിച്ച് ഒഞ്ചിയം ഏരിയയിലെ ജനങ്ങളോട് നാം വിശദീകരിച്ചതാണ്. എന്നാൽ ഈ പരിപാടി കാണാനും ഇതിന്റെ കാര്യങ്ങൾ ശ്രമിക്കാനും ഏരിയക്ക് പുറത്തുനിന്നുള്ള ചില സഖാക്കളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാതിരിക്കാൻ കഴിയില്ല.
CPIഎമ്മിനകത്ത് കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിലധികമായി അതിശക്തമായ ആശയ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ആശയ സമരം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് കേരളത്തിൽ CPIഎമ്മിന്റെ വിപ്ലവ പരിപാടിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സമരമാണ്. 1990കളോടുകൂടി സാവദേശീയ രംഗത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തിരിച്ചടി നേരിടുകയും 80കൾക്ക് ശേഷം തന്നെ മുതലാളിത്തം അതിന്റെ ക്ലാസിക്കൽ മുതലാളിത്തത്തിന്റെ ഒരു ചരടും ഇല്ലാതെ കെട്ടുപാടുകളില്ലാതെ മുന്നേറുന്ന ക്ലാസിക്കൽ മുതലാളിത്തത്തിന്റെ നവ മുതലാളിത്ത സംവിധാനം ഈ ലോകത്ത് അതിശക്തമായി കുതിച്ചു വരാൻ തുടങ്ങിയതോടുകൂടി മറുഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് സോഷ്യലിസ്റ്റ് ചേരിക്ക് തിരിച്ചടി നേരിട്ടതോടുകൂടി ലോകത്ത് പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലും അപജയം സംഭവിക്കുകയും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടികളായി മാറുകയും ചെയ്തു. ഈ പുതു മുതലാളിത്തത്തിന് നവമുതലാളിത്തത്തിന്റെ ഈ തള്ളിക്കയറ്റത്തിനിടയിൽ കേരളത്തിലെ CPIഎമ്മിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം നവമുതലാളിത്ത വികസന നിലപാടിന്റെ വക്താക്കളായി മാറുന്ന അവസ്ഥയുണ്ടായി. വർഗപരമായ പക്ഷപാതിത്വം മുറുകെ പിടിക്കുന്നതിന് പകരം ജനകീയ ജനാധിപത്യ വിപ്ലവത്തിന്റെ കൃത്യമായ പരിപാടി ഉയർത്തിപ്പിടിക്കുന്നതിന് പകരം വിപ്ലവം എന്ന് പറയുന്നത് ഏറെ അകലെയാണ് എന്നും അങ്ങനെ ഏതോ തലമുറയ്ക്ക് കാണാൻ കഴിയുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിന് വേണ്ടി ഇങ്ങനെ പോകേണ്ടതില്ല. പാർലമെന്ററി രാഷ്ട്രീയത്തിലൊക്കെ ഇടപെട്ട് നവമുതലാളിത്ത വികസന നിലപാടുകൾ സ്വീകരിച്ച് മുമ്പോട്ട് പോയാൽ മതി എന്ന് പറയുന്ന അങ്ങേയറ്റം വലതുപക്ഷ അവസരവാദത്തിന്റെ നിലപാട് CPIഎമ്മിന്റെ കേരളത്തിലെ ഒരു വിഭാഗം നേതാക്കന്മാർ സ്വീകരിക്കാൻ തുടങ്ങിയിട്ട് 1.5 പതിറ്റാണ്ടിലധികമായി. അതിനെതിരായിട്ടുള്ള രൂക്ഷമായ ആശയ സമരം CPIഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുതൽ ബ്രാഞ്ച് വരെയുള്ള എല്ലാ പാർട്ടി ഘടകങ്ങളിലും 1.5 പതിറ്റാണ്ടിലധികമായി നടന്നു വരികയാണ്. ഈ അടുത്ത കാലത്തായി ഈ പറയുന്ന വലതുപക്ഷ അവസരവാദികൾക്ക് ഈ വ്യതിയാനത്തിന്റെ വക്താക്കൾക്ക് CPIഎമ്മിന്റെ സംസ്ഥാന നേതൃത്വത്തിൽ പിടിമുറുക്കാൻ കഴിഞ്ഞു. അതോടുകൂടി വളരെ കൃത്യമായി കേരളത്തിലെ വിപ്ലവ പ്രസ്ഥാനത്തെ അതിന്റെ വിപ്ലവകരമായ സത്തയെ ചോർത്തി മാറ്റിക്കൊണ്ട് അതിനെ ഈ പറയുന്ന വലതുപക്ഷ അവസരവാദത്തിന്റെ ഒരു പ്രസ്ഥാനമാക്കി മാറ്റിയെടുക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടന്നുകൊടുക്കുകയാണ്. അതിനെതിരായിട്ട് കേരളത്തിലെ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ വിപ്ലവ സത്തയെ സംരക്ഷിക്കാനും ജനകീയ ജനാധിപത്യ വിപ്ലവത്തിന്റെ പരിപാടിയെ ഉയർത്തിപ്പിടിക്കാനും വർഗപരമായ പക്ഷപാതിത്വം ഉയർത്തിപ്പിടിക്കാനും വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് 1.5 പതിറ്റാണ്ടായി ഈ കേരളത്തിലെ പാർട്ടിക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സമരത്തിൽ ഒഞ്ചിയത്ത് അണിചേർന്നവരാണ്, പാർട്ടിക്കകത്ത് അണിചേർന്നവരാണ് ഞങ്ങൾ. എന്നാൽ സംസ്ഥാനത്തിന്റെ നേതൃത്വം ഈ വലതുപക്ഷ അവസരവാദികളുടെ കയ്യിലേക്ക് പോയതോടുകൂടി എതിർ ശബ്ദമുയർത്തുന്നവരെ പറ്റാവുന്ന എല്ലാ സ്ഥലങ്ങളിലും പാർട്ടിയിൽ നിന്നും പുറന്തള്ളുക എന്ന സമീപനം സ്വീകരിച്ചു. അതാണ് ഏറാമല പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം കൈമാറാനുള്ള തീരുമാനത്തിലേക്ക് CPIഎമ്മിന്റെ നേതൃത്വത്തെ എത്തിച്ചത്. ചില ആളുകൾ ശുദ്ധാത്മാക്കൾ ധരിക്കും മുന്നണി രാഷ്ട്രീയത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി എടുത്ത നിലപാടാണ് ഇത് എന്ന്. ഈ കോഴിക്കോട് ജില്ലയിൽ ഏറാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം തരാൻ പറ്റില്ല എന്നൊരു നിലപാട് CPIഎം സ്വീകരിച്ചാൽ ഒരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ ഇത് കിട്ടേണ്ട ജനതാദളിനേക്കാൾ വലിയ താല്പര്യം CPIഎമ്മിന്റെ നേതൃത്വത്തിനായിരുന്നു. എന്തുകൊണ്ട്? ഏറാമല പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം ജനതാദളിന് വിട്ടുകൊടുത്താൽ ഏറാമല പഞ്ചായത്തിൽ ഈ ഒഞ്ചിയമേരി സ്വാഭാവികമായും ചില പൊട്ടിത്തെറികൾ ഉണ്ടാകും. അതിന്റെ വൈകാരികമായ അവസ്ഥയെ പറ്റി ഇവിടെ വേണു സൂചിപ്പിച്ചു. അങ്ങനെ പൊട്ടിത്തെറി ഉണ്ടായാൽ അതിന്റെ മറപിടിച്ചുകൊണ്ട് ഈ ഒഞ്ചിയമേരിയിലെ തങ്ങൾക്കെതിരായ ശബ്ദം പാർട്ടിക്കകത്ത് അതിശക്തമായി ഉയർത്തുന്ന ആളുകളെ അതിന്റെ മറപിടിച്ച് ഈ പാർട്ടിയിൽ നിന്ന് പുറന്തള്ളാൻ എന്ന ഗൂഢമായ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പറയുന്ന പ്രസിഡന്റ് സ്ഥാനത്തിന്റെ കൈമാറ്റം ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ ഇവിടെ സ്വീകരിച്ചത്. അതുകൊണ്ട് ഇതൊരു പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കൈമാറുന്ന പ്രശ്നം മാത്രമല്ല, ഇത് കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി പാർട്ടിക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അതിശക്തമായ ആശയ സമരവുമായി ബന്ധപ്പെട്ടതാണ്. പാർട്ടിക്കകത്ത് നിന്ന് ഈ കേരളത്തിൽ എതിർ ശബ്ദമുയർത്തുന്ന 100 കണക്കിന് വരുന്ന പാർട്ടി പ്രവർത്തകരെ പുറന്തള്ളുകയാണ്. നിങ്ങളിപ്പം ഷൊർണൂരിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ രൂപപ്പെട്ടു. എന്താ ഷൊർണൂരിലെ പ്രശ്നത്തിന്റെ അടിസ്ഥാനം?